കുമരകം കൈപ്പുഴമുട്ടിൽ കാർ ആറ്റിലേക്ക് വീണ് 2 മരണം. മരിച്ചത് മഹാരാഷ്ട്രയിൽ സ്ഥിരതാമസമാക്കിയ കൊട്ടാരക്കര സ്വദേശിയും വനിതാ സുഹൃത്തും. വാർത്തകൾ വിശദമായി. കോട്ടയം കൈപ്പുഴമുട്ടിൽ കാർ ആറ്റിലേക്ക് വീണ് കൊട്ടാരക്കര ഓടനാവട്ടം സ്വദേശി GV നിവാസിൽ മഹാരാഷ്ട്രയിൽ താനെ കല്യാൺ തങ്കൈവാടി പ്രീത കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സ്ഥിര താമസക്കാരനുമായ ജെയിംസ് ജോർജ് 48 വയസ്സ്, സുഹൃത്തായ മഹാരാഷ്ട്ര ബദലാപൂർ ശിവാജി ചൌക്കിൽ ശൈലി രാജേന്ദ്ര സർജെ 27 വയസ്സ് എന്നിവരാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 8:30-ഓടെയാണ് സംഭവം. തിങ്കളാഴ്ച വൈകിട്ട് 5:30 കൊച്ചിയിൽ നിന്ന് കാർ വാടകയ്ക്കെടുത്ത് കുമരകത്ത് ഹൗസ് ബോട്ടിൽ സഞ്ചരിക്കുന്നതിനാണ് ഇവർ എത്തിയതെന്നാണ് സൂചന. ഇവിടെ എത്തിയ ശേഷം ഹൗസ് ബോട്ടിൽ പോകുന്നതിനായി കാർ കൈപ്പുഴമുട്ട് പാലത്തിന്റെ ഇടതുവശത്തെ സർവീസ് റോഡ് വഴി ഇടത്തേക്ക് തിരിയുന്നതിന് പകരം നേരെ ആറ്റിലേക്ക് പോയി വീണെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിലവിളി കേട്ട് ആളുകൾ ഓടിയെത്തിയപ്പോഴേക്കും കാർ വെള്ളത്തിൽ മുങ്ങിത്താണ്ടിരുന്നു. കാറിനുള്ളിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുമെന്ന സംശയത്തെ തുടർന്ന് നാട്ടുകാർ തോട്ടിൽ മുങ്ങിത്തപ്പി. മീനച്ചിലാറിന്റെ കൈവഴിയായ ഇവിടെ 10 ആൾ താഴ്ചയും 25 മീറ്റർ വീതിയുമുണ്ട്. കരയിൽ നിന്ന് 10 മീറ്റർ മാറി താഴ്ന്ന കാറ് ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് സംഘവും പോലീസും നാട്ടുകാരും ചേർന്നാണ് കരക്കെത്തിച്ചത്. കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ജെയിംസിനെയും പിൻ സീറ്റിൽ നിന്ന് ശൈലിയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ജെയിംസിന്റെ ഭാര്യ അനു, ഒരു മകനുമുണ്ട്. സ്വകാര്യ കമ്പനി ജീവനക്കാരനായ ജെയിംസ് ഓഫീസ് ആവശ്യത്തിന് കേരളത്തിലേക്ക് എത്തിയെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ദിശയറിയാതെ കാർ വെള്ളത്തിൽ വീണാണ് അപകടം ഉണ്ടായതെന്നാണ് സംശയിക്കുന്നത്. അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. രാഷ്ട്രീയ ന്യൂസ്, കോട്ടയം.